മരിക്കുമ്പോൾ ഞാനൊരു വിശ്വാസിയായി മരിക്കണം, ഈമാനോടുകൂടെ മരിക്കണം എന്നത് ഒരു തീവ്രമായ ആഗ്രഹമായി എത്രത്തോളം എനിക്കുണ്ടായിട്ടുണ്ട് എന്നത് ഓരോരുത്തരും ഒരു ചെറിയ സെക്കൻഡ് വിലയിരുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ള ഇന്നത്തെ സന്ദേശം കേട്ടു തുടങ്ങണം എന്നാണ് ഞാൻ പറയുക. SSLCയോ അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമോ ഒക്കെ എഴുതിയൊരു കുട്ടി, ഒരു കുടുംബം, ആ റിസൾട്ട് വരുന്ന ദിവസം ആഗ്രഹിച്ച തീവ്രമായ ഒരാഗ്രഹത്തിന്റെ ഒരു അളവുണ്ട്, തോതുണ്ട്. ഒരു PSC പരീക്ഷ എഴുതി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്തെ ഒരു മനോഗതമുണ്ട്. ഒരു കുഞ്ഞിനെയും പ്രതീക്ഷിച്ച് ഗൈനക്കോളജി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരമ്മ, പ്രസവത്തിന്റെ നീറ്റലും നോവും അനുഭവിക്കുന്ന ഒരു ഉമ്മ, പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു ഉപ്പ, അവരൊക്കെ ആ സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു തീവ്രമായ ആഗ്രഹത്തിന്റെ ഒരു തോതുണ്ട്, ഒരു ലെവലുണ്ട്. അത് വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിങ്ങനെ ഇരുന്ന് നമ്മളോട് ഇങ്ങനെ ചിരിച്ച്, അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട, നിങ്ങൾ മരിക്കുകയാണ്, നിങ്ങളെ റൂഹെടുക്കാൻ ഞങ്ങൾ വന്നതാണ് എന്നൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ട് അങ്ങനെ സ്വസ്ഥമായി, മറ്റെന്തെല്ലാം തനിക്ക് ചുറ്റും നഷ്ടങ്ങളായി സംഭവിക്കുന്നുണ്ടെങ്കിലും സ്വർഗവും സ്വർഗത്തിന്റെ കാഴ്ചകളും ഇങ്ങനെ കണ്ടു തുടങ്ങുന്ന ഒരു മരണം എനിക്ക് വേണമെന്ന് ജീവിതത്തിൽ എത്ര നിമിഷങ്ങളിൽ എത്രത്തോളം എങ്ങനെയെല്ലാം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ഖുതുബ അവസാനിപ്പിച്ചാലും നമുക്കേറെ ചിന്തിക്കാനും ആലോചിക്കാനുള്ളത് അതിലുണ്ട്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സുന്ദരനായ വ്യക്തികളിൽ ഒരാൾ അദ്ദേഹമായിരുന്നു. പിന്നെ രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഹദീസുകൾ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ സഹോദരങ്ങളുടെ വിരോധത്തിൽ അദ്ദേഹം കിണറ്റിൽ വലിച്ചെറിയപ്പെട്ട് അടിമച്ചന്തയിൽ എത്തിപ്പെട്ട് രാജാവിന്റെ കൊട്ടാരത്തിലെ വളർത്തുപുത്രനായി മാറി, രാജാവിന്റെ പത്നിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരിൽ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ജയിലിലടക്കപ്പെട്ട് ജയിലിൽ നിന്നും മോചിതനായി രാജ്യത്തിന്റെ അധികാര സിംഹാസനങ്ങൾ കയ്യാളി അവസാനം സഹോദരങ്ങളെയും ഉപ്പാനെയൊക്കെ തന്റെ മുന്നിൽ തിരിച്ചു കിട്ടുന്ന സമയത്ത് അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കുന്ന ആഗ്രഹമാണ്, തീവ്രമായ ആഗ്രഹമാണ് ഞാനിവിടെ പറഞ്ഞത്. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ, എന്നെ നീ സ്വാലിഹീങ്ങളൊപ്പം ചേർക്കണേ എന്ന് അദ്ദേഹം അതിതീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അമ്പിയാക്കൾക്ക് പോലും അവരുടെ പ്രാർത്ഥനകളിൽ ഒരു തീവ്രമായ ആഗ്രഹമായി, അവരുടെ കണ്ണ് നനക്കുന്ന, മനസ്സ് നനക്കുന്ന, ചിന്തയെ മെധിക്കുന്ന ഒരു വലിയ ആഗ്രഹമായി അതുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ ചില വലിയ എഡിറ്റിങ്ങുകൾക്ക് വിധേയമാകേണ്ടതുണ്ടോ എന്നത് ഓരോരുത്തരും അവരുടെ ജീവിത പരിസരത്ത് സ്വയം ചിന്തിക്കേണ്ടതാണ്. ഈ പറഞ്ഞത് വേറൊരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഹണി ട്രാപ്പിൽപ്പെട്ട് പണത്തിനു വേണ്ടിയുള്ള പിടിവലികൾക്കിടയിൽ ചുറ്റിക കൊണ്ട് അടികിട്ടി മരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച വാർത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അയാൾ ഒരിക്കലും വിചാരിക്കണില്ല, വളരെ തെറ്റായ ഒരു കാര്യത്തിലേക്ക് അയാൾ പോകുമ്പോൾ, ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടിയ വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടി അയാൾ റൂമെടുത്ത് ആ റൂമിലേക്ക് അയാൾ പോകുമ്പോൾ അയാളുടെ മരണത്തിന്റെ മുന്നിലേക്കും മുഖത്തേക്കുമാണ് അയാൾ പോകുന്നത് എന്ന് അയാൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് ഒരാളുടെ അന്ത്യമാണ്, ഒരാളുടെ ക്ലോസിംഗ് ആണത്, ജീവിതത്തിന്റെ ഒരു ക്ലോസിംഗ് ആണത്. ഒരു മുഴം കയറിൽ അപമാന ഭാരത്താൽ ജീവിതം അവസാനിപ്പിച്ചവരുണ്ട്. മൊബൈൽ വാപ്പ കൊടുക്കാത്തതിന് ഉമ്മ കൊടുക്കൂല എന്ന് പറഞ്ഞതിന് ജീവിതം അവസാനിപ്പിച്ച കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം മകന്റെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയും കൂടിയും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴാണ്
ഹുസ്നുൽ ഖാത്തിമ, ഒരു ശരിയായ പര്യാവസാനം എന്നത് ഒരു തീവ്രമായ വിഷയമായി യഥാർത്ഥത്തിൽ നമ്മുടെ അടുത്തേക്ക് വരിക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു. വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. നിങ്ങൾ എത്ര കാലം എങ്ങനെയൊക്കെ ജീവിച്ചു എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ അവസാനിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് വിഷയം. നിങ്ങൾ ഭയങ്കരമായിട്ട് ജീവിച്ച ഒരാളായിരിക്കും അല്ലെ, നിങ്ങൾ ഭയങ്കരമായിട്ട് ജീവിച്ച ഒരാളായിരിക്കും. ചില ആളുകൾക്ക് വലിയ കഥയൊക്കെ പറയണ്ടാവും. അവിടെ പള്ളി ഉണ്ടാക്കിയത് ഞാനാണ്, അവിടെ അന്ന് അത് ചെയ്തു കൊടുത്തത് ഞാനാണ്, ഇത് ചെയ്തത് ഞാനാണ്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നത്, ആ അവസാനിക്കുന്ന നേരത്തെ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് പടച്ചോൻ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അവസാനിക്കുകയാണെങ്കിൽ നമ്മളെ നിസ്കാരം എവിടെ നിൽക്കുന്നു, നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധവും അടുപ്പവും ഭാഷയും സംസാരവും എവിടെ നിൽക്കുന്നു, നമ്മുടെ ഭാര്യയും ഭർത്താവുമായും ഉള്ള ഇണയുമായുള്ള നമ്മുടെ ബന്ധം എവിടെ നിൽക്കുന്നു, നമ്മുടെ സാമ്പത്തികത്തിന്റെ സ്ഥിതി എന്താണ്, നമ്മുടെ വരുമാനത്തിന്റെ കോലം എന്താണ്, അത് ശുദ്ധമാണോ, നമ്മുടെ വ്യക്തിബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അമലുകൾ പരിഗണിക്കപ്പെടുന്നത് അതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്നാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, സ്വലാഹുഹാ വ ഫസാദുഹാ വ ഖുബൂലുഹാ വ അദമുഹു ബിഹസ്ബിൽ ഖാതിമതി. സ്വലാഹുഹാ അതിന്റെ നന്മകൾ, അതുപോലെ തന്നെ വ ഫസാദുഹാ അതിന്റെ കുഴപ്പങ്ങൾ, വ ഖബൂലുഹ അതിന്റെ സ്വീകാര്യത, പടച്ചോന്റെ അടുത്തത് സ്വീകരിക്കപ്പെടുന്നത്, വ അദമുഹു സ്വീകരിക്കപ്പെടാതിരിക്കുന്നതും ബിഹസ്ബിൽ ഖാതിമതി നമ്മളെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്നത് നോക്കിയിട്ടാണ്. ഇപ്പോഴ അവസാനിക്കുമ്പോൾ നമ്മളെ നിസ്കാരത്തോടുള്ള നമ്മുടെ ലൈൻ എന്താ? ചില സമയത്തൊക്കെ നിസ്കരിക്കും, പറ്റണമായിരിക്കും നിസ്കരിക്കും, അങ്ങനെയാണോ? നമ്മുടെ രാത്രിയുടെ കോലം എന്താ? നമ്മുടെ സ്വകാര്യതയിലെ സമീപനം എന്താ? നമ്മുടെ വ്യക്തിത്വത്തിന്റെ രീതി എന്താ? നമ്മുടെ ആളുകളോടുള്ള അടുപ്പത്തിന്റെയും അകൽച്ചയുടെയും കോലം എന്താണ്? അതനുസരിച്ചായിരിക്കും ഒരു വ്യക്തി അവസാനിക്കുക എന്നാണ്. നോക്കൂ, നിങ്ങൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കേട്ടിട്ട് ഒരു മനുഷ്യൻ കേട്ട ഉടനെ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അദ്ദേഹം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് നേരെ വന്നു. ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി, ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആത്മീയതയുടെ പുതിയ വേഷവും ഭാവവും സ്വീകരിച്ച് ആൾക്കൂട്ടത്തോട് മാറി നിന്നിരുന്ന ആളല്ല. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയും പൈലറ്റ് വാഹനങ്ങളും എസ്കോർട്ട് വാഹനങ്ങളുമായി മദീനയുടെ മണ്ണിലൂടെ നടക്കേണ്ടി വന്ന സാഹചര്യം പ്രവാചകനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിൽ ഒരാളായി ഇങ്ങനെ നിൽക്കുന്ന പ്രവാചകനെ മനസ്സിലാകാതിരുന്നപ്പോൾ ചോദിച്ചു അദ്ദേഹം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന്. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുക, നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുക, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാൾ ഒട്ടകത്തുനിന്ന് താഴെ വീട് മരിച്ചുപോയി. ഒരു റക്അത്ത് പോലും നിസ്കരിക്കാതെ, ഒരു സുജൂദ് പോലും നിർവഹിക്കാതെ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഫഅമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഗ്സിലൂഹു ബിമാഇൻ വസിദ്രിൻ. അദ്ദേഹത്തെ നന്നായി കുളിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു. വയക്ഷിഫു വജ്ഹഹു വറഅസഹു. സാധാരണ മയ്യിത്ത് മറവ് ചെയ്യുമ്പോൾ മുഖവും തലയുമൊക്കെ മൂടും. അദ്ദേഹത്തിന്റെ മുഖവും തലയുമൊക്കെ മൂടാതിരിക്കാനും അത് തുറന്നിടാനും പ്രവാചകൻ പറഞ്ഞു. ഫഇനഹു യുബ്അസു യൗമൽ ഖിയാമത്തി വഹുവ യുഹിൽ. അയാൾ തക്ബീർ ചൊല്ലുന്നവനായി, അയാൾ തഹ്ലീൽ ചൊല്ലുന്നവനായി നാളെ പരലോകത്ത് പുനർജനിക്കപ്പെടും. അയാളെ നിങ്ങൾ ഇനി കാണും. അയാൾ ഇങ്ങനെ ഉറക്ക തഹ്ലീൽ ചൊല്ലുന്നുണ്ടാവും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മഹ്ശറയിൽ നിന്ന് ഉറക്ക അയാൾ പറയുന്നുണ്ടാകുമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ചൊല്ലിയ ദിക്റുണ്ട്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അള്ളാഹുവേ, ഏത് കാര്യത്തിലും ഞങ്ങളുടെ ആഖിബത്തിനെ നീ ഏറ്റവും നല്ല രീതിയിലാക്കി തരണേ പഠിച്ചോനെ. നല്ല നിലക്ക് ജീവിച്ചു, ഉഷാറായിട്ട് ജീവിച്ചു. യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിനിടയ്ക്ക് ഏതോ ഒരു ചങ്ങാതിന്റെ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗം കേട്ടപ്പോ ആ പ്രസംഗം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമാക്കുന്നതാണ്. ഇന്ന് കഴിഞ്ഞൊരു 30 വർഷമായി, കഴിഞ്ഞൊരു 20 വർഷമായി, ഒന്നുകൂടി ഷാർപ്പായി പറഞ്ഞാൽ
കഴിഞ്ഞൊരു 10 വർഷമായി, അതിലേറെ ക്ലിയർ കട്ടായി പറഞ്ഞാൽ കഴിഞ്ഞൊരു 5 വർഷമായി വളരെ ശക്തമായ ആക്രമണങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിനും വ്യക്തിത്വത്തിനും നേരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ്, അതിപ്പോ അങ്ങനെ തന്നെ ഉണ്ട്, വേണ്ടിയിരുന്നില്ല, എന്തിപ്പോ നബി അങ്ങനെ എന്ന് ചിന്തിച്ചാൽ അയാളുടെ വിശ്വാസത്തെ അത് ബാധിച്ചു എന്നാണ് ഞാൻ പറയണത്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ 8 മാസം മുമ്പ് ഇതേ പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേട്ടോ. 8 മാസം മുമ്പ് ഇതേ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി നിസ്കാരം കഴിഞ്ഞ് അധികം വെളിച്ചമില്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഇങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോ അതിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനെ പ്രവാചകൻ വിളിക്കുന്നുണ്ട്. കൊണ്ടുവാ, നോക്കിയത് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഇതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഈ സംഭവത്തിന്റെ ഫവായിദുകൾ എന്താണ്? ഇതിൽ നിന്നൊരു വിശ്വാസിക്കുണ്ടാകേണ്ട പാഠങ്ങൾ എന്താണ്? തെറ്റിദ്ധാരണാജനകമായ സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസിയെ കാണരുത്. അതിലൊരു പാഠമാണ്. അങ്ങനെ കുറെ പാഠങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിൽ ഒന്നെന്താണെന്നറിയോ? ഈ വ്യക്തി എന്തേ ഇപ്പൊ ഒരു അന്യ സ്ത്രീയായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരാളില്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നു എന്ന് പ്രവാചകനെ കുറിച്ച് ചിന്തിച്ചാൽ പോലും അയാൾ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നാണ്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനത്തെ ഒരു രീതിയും സ്വഭാവവും ഇല്ല, ഉണ്ടാകില്ല, അങ്ങനെ ആകാൻ പറ്റില്ല എന്നത്. പ്രവാചകൻ മഅസൂമാണ്, എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. അതാണ് പ്രവാചകനെ കുറിച്ചുള്ള, പ്രവാചകത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം. അപ്പൊ ഒരാൾ ഇസ്ലാം എന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അയാൾ കുത്തുബിയത്തു റാത്തീബ് ഓതലുകൊണ്ട് മാത്രമൊന്നുമല്ല പുറത്തേക്ക് പോവുക. ഈ ഒരൊറ്റ ചിന്ത കൊണ്ട് അയാൾ പുറത്തു പോയിട്ടുണ്ടാവും. അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ വരുന്ന പലതും ഇങ്ങനെ നോക്കും കാണും ഒക്കെ ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ വളരെ ക്ലിയർ ആയി പറയുന്നു സുഹൃത്തുക്കളെ, നമ്മളുടെ ചിന്ത അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ആഖിബത്ത് പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് വിഷയമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, അള്ളാഹുവേ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ആഖിബത്ത് നീ ഏറ്റവും ശരിയാക്കി തരണേ. വഅജ്ർനാ മിൻ ഖുസി ദുനിയ വഅദാബിൽ ആഖിറ, 2 കാര്യം പിന്നെ പറഞ്ഞേ. വഅജ്ർന, ഞങ്ങളെ നീ രക്ഷിക്കണമേ, സംരക്ഷിക്കണമേ, മിൻ ഖുസി ദുനിയ, ദുനിയാവിലെ അപമാനത്തിൽ നിന്ന്. ദുനിയാവിലെ അപമാനം വരാനൊരു പണിയില്ല സുഹൃത്തുക്കളെ. വണ്ടി ഡ്രൈവ് ചെയ്തു പോണ അയാള് വണ്ടി തട്ടിയത് കണ്ടപ്പോ അയാൾക്ക് അപ്പൊ തോന്നി ആണ് പോകാതാ നല്ലത്. ആരും കണ്ടിട്ടുണ്ടാവില്ല. തട്ടിട്ട് പോയി, ആള് മരിച്ചു, അയാളെ വാച്ച് ചെയ്തു, പിടിച്ചു. അയാൾ ഏറ്റവും വലിയൊരു ഭീകരനായി മാറുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട്. മാനക്കേടിന് എങ്ങോട്ടെങ്കിലും പോണോ? ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, 6 കുട്ടികള് ഒരു ഇന്നോവ വാന് KSRTC ഇടിച്ചിട്ട് മെഡിക്കൽ സ്റ്റുഡൻസ് മരിച്ചു. അടുത്ത കാലത്ത് രക്ഷപ്പെട്ട, ആക്സിഡന്റ് ആയിട്ട് ജനം വിമർശിക്കാത്ത ഒരു KSRTC ഒരു ഡ്രൈവർ അയാൾ മാത്രമായിരിക്കും. നേരെ തിരിച്ച് അത് മാത്രം മതി. അവിടെ അങ്ങനെ ഒരു CCTV ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ അത് മാത്രം മതി അയാളുടെ ദുന്യാവ് പോകാന്. അയാളുടെ ജോലി പോയി, അയാളുടെ മാനം പോയി, ഒക്കെ പോയി. അയാളുടെ കൊലയാളിയെ 7 ആളെ കൊന്ന 8 ആളെ കൊന്ന ആളായി. അത് റീക്രിയേറ്റ് ചെയ്യും. അയാൾ എങ്ങനെയാണ് വാഹനം ഓടിച്ചതെന്ന് മീഡിയ എന്നിട്ട് ഒരു KSRTCയിൽ ഇങ്ങനെ വരുത്തം, എന്നിട്ട് അത് റീക്രിയേറ്റ് ചെയ്യും. എന്തൊക്കെ നടക്കൂടെ? മിൻ ഖിസിയുദ് ദുനിയ, ദുന്യാവിന്റെ അപമാനത്തിൽ നിന്ന്. ഈ അടുത്ത ഒരു സ്കൂളിൽ, ഈ അടുത്ത പ്രദേശത്ത്, അടുത്തല്ല മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സൈഡിലുള്ള ഒരു സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം? ആ കുട്ടി കോപ്പി അടിച്ചു. കോപ്പി അടിച്ചപ്പോ ടീച്ചേഴ്സ് വിളിച്ചു, എല്ലാവരും കൂടിയിരുന്ന് ചോദിച്ചു എന്താ കാരണം എല്ലാവരും കൂടിയിരുന്ന് ചോദിക്കാൻ. ഞാൻ മാഷാണ്, എനിക്കറിയാം. ആരും ഒറ്റക്ക് തൊടൂലൊന്നുമേ, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും കൂടി ചോദിച്ചു എന്നുള്ള ആ പ്രശ്നം. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇനി ആ അധ്യാപകരുടെ കാര്യമോ? ആ കുട്ടിയെ കൊന്ന ആളുകൾ ഒരായി. അപ്പൊ ദുന്യാവിലെ ഖിസി നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലക്ക് നമ്മുടെ അടുത്തേക്ക് വരും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അമിൻ അദാബിൽ ആഖിറ, പരലോകത്തു നിന്നുള്ള ശിക്ഷ, ആ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണമേ. 3 കാര്യങ്ങളാണ് ഈ ദുആയിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. 1, ഞങ്ങളുടെ ആഖിബത്ത് ശരിയാക്കി തരണേ. 2, ഞങ്ങളെ അപമാനത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ. 3, ഞങ്ങളുടെ പരലോകത്ത് നീ ഞങ്ങൾക്ക് സുരക്ഷിതത്വത്തെ തരണേ, ഞങ്ങളെ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ എന്നാണ്. ശരിക്കും ഈ ആഖിബത്ത് നന്നാകാനുള്ള കുറെ നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 15ഓളം കാര്യങ്ങൾ ഒരു മഹാപണ്ഡിതന്റെ ഒരു ഖുതുബയിൽ വന്നത് എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൽ കുറച്ചെണ്ണം മാത്രം നമ്മൾ പറയാണ്. നമ്മുടെ ആഖിബത്ത്,
നമ്മൾ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ആ മരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അവന് തൃപ്തിപ്പെട്ട, അവന് ബോധ്യപ്പെട്ട, അവന്റെ സന്തോഷവാർത്തയുമായി മലക്കുകളെ അയക്കുന്ന മരണമായി തീരാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. അതിലൊന്നെന്താ? ഇസ്തിഖാമത്ത് കിട്ടുക എന്നുള്ളതാണ്. എന്താ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലായി, ആ സത്യമാണെന്ന് മനസ്സിലായ കാര്യത്തിന്റെ കൂടെ ശരിയായ രീതിയിൽ നിലക്കൊള്ളാൻ പറ്റുക. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹ് അല്ലാതെ ആർക്കും കൊടുക്കാൻ പറ്റൂല. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അള്ളാഹു അല്ലാതെ ആരോടും ചോദിക്കാനും പറ്റൂല, അള്ളാഹു അല്ലാതെ ആരെടുത്തൊന്നും പ്രതീക്ഷിക്കാനും പറ്റൂല. ആ രീതിയിലുള്ള ഒരു കാര്യവും ഒരു നിലക്കും ഉണ്ടായിക്കൂടാ, അല്ലേ? ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിലൂടെ കൃത്യമായി പറഞ്ഞതാണ്, ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ജനിച്ചിട്ടില്ല, അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു കുഞ്ഞായി ജനിച്ചിട്ടില്ല, അള്ളാഹു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിനൊരു കുഞ്ഞുണ്ട് എന്നൊരു വിശ്വാസിക്ക് വിശ്വസിക്കാനും പറ്റൂല, ആ വിശ്വാസത്തോട് താദാത്മ്യം പ്രാപിക്കാനും പറ്റൂല. വട്ടത്തൂർ അങ്ങാടി കാണുന്ന ഒരു കുട്ടിനെ നിങ്ങളെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കുകയില്ലെങ്കിൽ അള്ളാഹുവിന് ഒരു കുട്ടിയുണ്ട് എന്ന് പറയുന്നതിനെ ഒരു നിലക്കും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അങ്ങനത്തെ ഒരു നിലപാട് ആരെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ആകാശങ്ങൾ പൊട്ടിപ്പിളരാറായിരിക്കുന്നു. ആകാശങ്ങൾ ആ വാക്കുകൾ കൊണ്ട്, അവരാ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ആകാശങ്ങൾ പൊട്ടിപ്പിളരും വിധമുള്ളൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടു ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസം ഉണ്ടാകും. അവർക്ക് അവരുടെ വിശ്വാസവുമായി പോണിനി നമുക്കൊരു എതിർപ്പില്ല. പക്ഷേ വിശ്വാസ രംഗത്ത് അതുമായി താദാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു കാര്യമല്ല. അതല്ല മതസൗഹാർദ്ദം. മനുഷ്യർക്കിടയിൽ അതിശക്തമായി ഊട്ടപ്പെട്ട ബന്ധം വേണേൽ യാതൊരു സംശയവുമില്ല, അല്ലേ? നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വേണം. അയൽപ്പക്കത്തെ മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അപൂർണതയാണ്. അയാളെ കയ്യിൽ പൈസ ഇല്ല, അയാൾക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്നറിഞ്ഞിട്ടും അതൊരറിവ് മാത്രമാക്കി മനസ്സിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ഈമാനിന്റെ കുറവാണ്. അത് ഈമാനുമായിട്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിരിക്കെ അവർ ചുറ്റുമുള്ള മിസ്കീനിനെയും യതീമിനെയും ഭക്ഷണം കഴിപ്പിക്കുന്നതാണ്. ഇഷ്ടംപോലെ കയ്യിലുണ്ടായി നിറഞ്ഞു മറിഞ്ഞ ആൾക്ക് മാത്രം പറഞ്ഞല്ല, അവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിരിക്കെ, അവന് വിശപ്പുണ്ടായിരിക്കെ അയൽവാസിയെ സഹായിക്കുന്നതാണ്. അതിലൊന്നും യാതൊരു സംശയമല്ല. അപ്പൊ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷന് എന്ത്? നമുക്ക് ഇതര മത ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടൊക്കെ അതിന് ആശംസ പറയണോ, അതിന് സന്ദേശം അറിയിക്കണോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇവിടുത്തെ ഒരു സെക്യുലർ ഫാസിസം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സെക്യുലറിസത്തിന്റെ പേരിൽ ഉള്ളതുപോലെ പറഞ്ഞാൽ എന്റേത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ അത് ഫാസിസമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെ? അത് പറയുന്നവരുടെ എന്താ പറയാ, ആഹ്വാനങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും മുന്നിൽ പുച്ഛമടക്കലല്ല, മറിച്ച് കൃത്യമായി പറയാനും സംസാരിക്കാനും നമുക്ക് പറ്റണം. യാതൊരു സംശയവുമില്ല. അയ്യപ്പ ഭക്തനായൊരു വ്യക്തി അയാൾ വ്രതത്തിലേക്ക് പ്രവേശിച്ചാൽ അയാൾ എന്റെ വീട്ടിൽ വന്നാൽ ഭക്ഷണം കഴിക്കൂല. എനിക്ക് അയാളുടെ ഒരു അസ്വസ്ഥതയും തോന്നേണ്ടതില്ല. എന്റെ വിശ്വാസവുമായി കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോ അത് ഇസ്ലാമികമായി അതിന് കുഴപ്പങ്ങളുണ്ട്. അത് അയാളോട് സംസാരിക്കാം, അത് ദഅവ നടത്താം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയണത്. മറിച്ച് അയാൾ എന്ത് ചെയ്യുന്നു? അയാളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു എങ്കിൽ എന്റെ റൈറ്റിൽപ്പെട്ടതാണ്. എനിക്ക് പിന്നെ ഒരു ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ എനിക്ക് പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിൽ വിശാലത ലഭിക്കുക എന്നുള്ളത് എന്റെയും അവകാശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പക്ക ക്ലാരിറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തൊരു നിലപാടാണോ ഉൾക്കൊണ്ടത് ആ നിലപാടിന്റെ കൂടെ 100% നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ ഇസ്തിഖാമത്ത് നമുക്ക് ഉണ്ടാകണം. അത് നല്ല കാച്ചിയെടുത്ത വിശ്വാസാക്കി കൊണ്ടുനടക്കാൻ പറ്റണം. നമ്മൾ ഒരു കുടുംബ സംവിധാനത്തിലൊക്കെ ജീവിക്കുമ്പോൾ ചിലപ്പോ ഇസ്ലാം ബിദ്അത്ത് ആയി പ്രഖ്യാപിച്ച, ഇസ്ലാം ശിർക്കായി പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതിനോട് സഹവസിക്കേണ്ടി വരും, അല്ലെ? അതിൽ ഇടപെടേണ്ടി വരും.
അതിലിടപെടേണ്ടി വരുമ്പോ എന്താ, നമുക്ക് നല്ല വ്യക്തതയിൽ ക്ലാരിറ്റി പറയാൻ പറ്റണം. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അതിലെ ഞാൻ ഉണ്ടാകുള്ളൂ, അതെനിക്ക് പറ്റുള്ളൂ. അത് തല്ലുണ്ടാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് ഏറ്റവും ചെറിയ സ്വരത്തിൽ, ഏറ്റവും താഴ്ന്ന, ഏറ്റവും വിനയത്തോടെ, ഏറ്റവും പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ നമ്മൾ പഠിക്കണം. 2 വട്ടം പറഞ്ഞാൽ മതി, 3 വട്ടം സെറ്റാണ്. 3ാമത്തെ വട്ടം ആരും വരൂല്ല ഇങ്ങടുത്തേക്ക്, ആരും നിങ്ങൾക്ക് നേർച്ചന്റെ ചോറ് കൊടുത്തേക്കൂല. മനസ്സിലായില്ലേ? പക്ഷെ അതിങ്ങനെ പറയാതെ അതിങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് അപ്പുറത്ത് കാക്കി ഇട്ട് കൊടുക്കുക, അതിന്റെ ആവശ്യമില്ല. നമ്മൾ പറയണം, നമ്മൾ ജീവിക്കുന്ന സ്വതന്ത്രമായ രാഷ്ട്രത്തിലാണ്, നമ്മളെ ചെലവിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് ക്ലാരിറ്റിയോടുകൂടെ പറയാൻ നമുക്ക് പറ്റണം. ഒന്നാമത്തെ ഒരു കാര്യം അതാണ്, ഇസ്തിഖാമത്ത് ഉണ്ടാകുക. അത് ഇസ്തിഖാമത്തുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, പിന്നെ ആ പറഞ്ഞോടുത്ത് നിന്നവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവർക്ക് മരണത്തിന്റെ സമയത്ത് അവരെടുത്ത് മലക്കുകൾ വരും, എന്നിട്ട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, സാരല്ലോ നിങ്ങൾ മരിക്കാണ്, വിഷമിക്കണ്ട കേട്ടോ. അയാളെ ഏതോ ലോറിന്റെ ചക്രത്തിന്റെ താഴെ കിടന്ന് പെടയാണ്, ചോര വാർന്ന അയാൾ ഇങ്ങനെ അവസാനിക്കുകയാണ്. അയാളെ റൂഹിനെങ്ങനെ ഊരിയെടുക്കാൻ വന്ന മലക്കുകൾ അതിന്റെ അവസാന സെക്കൻഡുകളിൽ ഊരിയെടുക്കുമ്പോൾ അയാളോട് പറയുന്ന കാര്യമാണത്. അത്ര ക്ലിയർ ആണ്, അത്ര വ്യക്തമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ആ ഇസ്തിഖാമത്ത് എവിടെയാണോ കുറവുള്ളത് അത് നമ്മൾ ശരിയാക്കണം. ആരെ മുന്നിലും ധീരമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാനും നിൽക്കാനും നിലനിൽക്കാനും പറ്റണം. അതിനു വേണ്ട ആയുധം നമ്മൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കണം. അതെന്താ? പഠനമാണ്. ശരിക്കും പഠിച്ച് നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ നമുക്കൊരു ധൈര്യം അതിൽ കിട്ടാണ്ട് ഒരു പ്രശ്നമല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി സുഹൃത്തുക്കളെ, രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ ഹിഫാളത്തു അല സ്വലാത്ത്, നിസ്കാരം ശരിയായി ശ്രദ്ധിക്കുക. മൻ സറഹു അൻ യൽഖൽഹ ഗദൻ മുസ്ലിമൻ, മുസ്ലിമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഫൽയുഹാഫിൾ അല ഹൗലാഇ സ്വലാത്ത്, അവർ നിസ്കാരത്തിന്റെ കാര്യം ശരിക്ക് ശ്രദ്ധിക്കട്ടെ. ശരിക്ക് ഷഹാദത്ത് ചൊല്ലിയാണ് മരിക്കാനുള്ള വഴി അതാണ്. ഒരാൾ ഇങ്ങനെ മരിക്കണ നേരത്തെ ഷഹാദത്താണ് ചൊല്ലി, ഒരാൾ ഇങ്ങനെ ജീവിതം മുഴുവൻ തോന്നിയാസാക്കിയിട്ട് നടന്നു, എല്ലാ ജാറും മക്കാമും പരിപാടിയും ഒക്കെ ആയിട്ട് നടന്നു, അവസാനം മരിക്കണ നേരത്ത് മാത്രമാണ് ഷഹാദത്ത് ചൊല്ലി, അതുകൊണ്ട് അയാൾക്ക് സ്വർഗം കിട്ടുമോ? ഫിറൗൻ എന്ത് ചൊല്ലിട്ട ചത്തത്? എന്ത് ചൊല്ലിട്ട ഫിറൗൻ അവസാനിച്ചത്? ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ, ഹാറൂനിന്റെയും മൂസയുടെയും ഇലാഹിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ആ മൂമെന്റുകളിൽ ആരോ ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് ഹാ ഹൂ എന്നൊക്കെ പറയണതിന്റെ ഇടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതോടുകൂടെ കഴിച്ചിലാവുന്നൊന്നുമല്ല. ജീവിതത്തിൽ അതുണ്ടാകണം, നിലപാടിൽ അതുണ്ടാകണം. നിലപാടിൽ അതുണ്ടായിപ്പോയി ഒരാൾ അത് ചൊല്ലി മരിച്ചാൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കട്ടെ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഫഇൻ അല്ലാഹ ശറഅ ലനബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുനനൽ ഹുദ, നിങ്ങളുടെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിന്റെ എല്ലാ നന്മകളെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വഇന്നഹു മിൻ സുനനിൽ ഹുദ, നിസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സുരക്ഷിതമായ മാർഗദർശനത്തിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. വലൗ അന്നകും സ്വല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫ് ഫീ ബൈതിഹി, നിങ്ങളെ ചില ആളുകൾ വീട്ടിൽ ഫർള് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ, ലതറക്തും സുന്നത്ത നബിയിക്കും, നിങ്ങളുടെ പ്രവാചകന്റെ ചര്യ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. വലൗ തറക്തും സുന്നത്ത നബിയിക്കും, നിങ്ങളുടെ പ്രവാചകന്റെ ചര്യയെ നിങ്ങൾ ഒഴിവാക്കിയാൽ ലവലൽതും, നിങ്ങൾ വഴിതെറ്റും. അല്ലെ? അപ്പോ ഒരു വ്യക്തി ജമാഅത്തായി നമസ്കാരങ്ങൾ നിർവഹിച്ച് ശരിയാവിധം പോകുക എന്നുള്ളത് അയാളെ ഷഹാദത്ത് ചൊല്ലി സന്തോഷത്തോടു കൂടെ അള്ളാഹുവിന്റെ മലക്കുകൾ അയാളുടെ റൂഹ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി ഇത് തലയിൽ കയറാത്തവർക്ക് 3 ആഴ്ചക്ക് പറയില്ല ഈ കാര്യം, അത് കഴിഞ്ഞാൽ പിന്നെയും പറയും. അതാണ് മിമ്പറിന്റെ പണി. മനസ്സിലായില്ലേ? അതാണ് മിമ്പറിന്റെ പണി. എനിക്കറിയാം, നിസ്കാരം തന്നെ ഇല്ലാത്തവരും ജീവിതത്തിൽ ഒരു ചിട്ടിയില്ലാത്തവരും ഇന്ന് 5 വക്തും ജമാഅത്തായിട്ട് നിർവഹിക്കണവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്കൊന്നും ഇത് തലയിൽ കയറില്ല. നിസ്കാരം എന്ന് പറയുന്ന സഹോദരന്മാരെ ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ മുന്നിൽ മലക്കൊന്നുകിൽ നമ്മൾ ചെയ്ത അമലിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ദുഷിച്ച ആത്മാവിനെടുക്കാനുള്ള മലക്കുകൾ വരും, അല്ലെങ്കിൽ നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നന്മ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരും. അപ്പൊ ബോധ്യപ്പെടേണ്ടല്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരിഹാരം ചെയ്യാല്ലാത്ത 2-3 സമയങ്ങളുണ്ട് കേട്ടോ. വേറെ പലതിനും പരിഹാരം. നിങ്ങളെ ഷോപ്പ് അവിടെ 2 കസ്റ്റമർ വരുന്നുള്ളതിന് പരിഹാരം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും.
നിങ്ങളെ വണ്ടി സൈഡാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ പോയാൽ ഒന്നും വരല്ല. എന്നാലേ നമ്മളെടുത്ത് റഹ്മത്തിന്റെ മലക്ക് വരണമെങ്കിൽ നമ്മളായിട്ട് ചെയ്യണം. റൂഹിനെടുത്തിട്ട് ഒന്നാം ആകാശത്തേക്ക് എത്തും, ആരെ കൊണ്ടെന്ന് നോക്കും. അപ്പൊ നമ്മുടെ നന്മകൾ വെച്ച് നമ്മളെ പരിചയപ്പെടുത്തും. അതുള്ള കുട്ടിയാണ്, മുഹമ്മദാണ്, താജുദ്ദീനാണെന്ന് പറഞ്ഞ് നിർത്തൂല. നമ്മൾ ചെയ്ത നന്മകൾ വെച്ച് നമ്മളെ പരിചയപ്പെടുത്തും. അതിന് നന്മകൾ വേണം. എന്നിട്ട് ഖബറിൽ കൊണ്ടുപോയി കിടത്തിയ മയ്യത്തില്ലേ, അതിമക്ക് റൂഹ് തിരിച്ചു വരും. പോയ റൂഹില്ലേ തിരിച്ചു വരും, എണീപ്പിച്ചിരുത്തും. എന്നിട്ടാണ് മുൻകറും നക്കീറും ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? മയ്യത്തൊരാൾ ഏറ്റിട്ട് പോകുമ്പോ 2 പ്രഖ്യാപനങ്ങളുണ്ട്. റൂഹ് വിളിച്ചു പറയുന്നതാണ്, എന്താ വേഗം കൊണ്ടോകിയും, അല്ലെങ്കിൽ വിളിച്ചു പറയുന്നതാണ് കൊണ്ടോകില്ലേ, എന്നെ കൊണ്ടോകില്ലേ. ആരാ? ദുഷിച്ച് മരിച്ച മനുഷ്യൻ കൊണ്ടോകില്ലേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാത്ത ആള് വേഗം കൊണ്ടുപോകും. മയ്യത്ത് കൊണ്ടുപോകുമ്പോ അറബ്സൊക്കെ മയ്യത്ത് കൊണ്ടുപോകണ്ടേ, നമുക്ക് തോന്നുന്നു എന്താ വലിയ കാണിക്കണത്, അങ്ങനെ ഓടുകയാണ് ചെയ്യുക. മയ്യത്തും കൊണ്ട് അതിവേഗം ഓടണമാതിരിയാണ് പോവുക. മയ്യത്ത് വേഗം മറമാടാനുള്ള സ്റ്റെപ്പുകൾ എടുക്കും. നമ്മൾ ഗൾഫിൽ നിന്ന് ഒരുത്തം വരുന്നുണ്ടായിരുന്നിട്ട് അങ്ങനെ കാത്തുക്കും അല്ലെ. നമ്മൾ വസിയത്ത് പറയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ജനാസ മയ്യത്ത് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് എടുക്കേണ്ടത്. അനിവാര്യമായും പരിഗണിക്കേണ്ടവരൊന്നും പരിഗണിക്കേണ്ടെന്നൊന്നും അല്ലേ പറഞ്ഞത്. 24-12 മണിക്കൂറൊക്കെ ഇങ്ങനെ മയ്യത്തും വെച്ചിരിക്കണ രീതി, അതിലൊക്കെ മതപരമായ ഒരുപാട് തിരുത്തുകൾ ആവശ്യമുള്ള മേഖലയാണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോ 2 നിസ്കാരാണ്. മറ്റൊരു കാര്യം എന്താ അറിയോ? നന്മകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ തിന്മകൾ ഒഴിവാക്കുക. ഞാൻ എന്റെ പ്രമാണങ്ങളിലേക്കും തെളിവുകളിലേക്കും പോകാതെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. അതുപോലെ തന്നെ നല്ല കൂട്ടുകാരെ സ്വീകരിക്കുക. കാരണം എന്താ? അർറജുലു അലാ ദീനി ഖലീലിഹി, റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ അഭിപ്രായത്തിലും മതത്തിലും തത്വത്തിലൊക്കെ ആയിരിക്കും. ഫൽ യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങൾ ആരെ കൂടെയാണ് കൂട്ടുകെട്ട് കൂടുന്നത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ആരെയാണ് കൂട്ടുകാരനായി എടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നമുക്കൊരു പ്രേരണ തരുന്ന ആളാണ് നമ്മളെ കൂട്ടുകാരനാകേണ്ടത്. നമുക്ക് പല സുഹൃത്തുക്കളുണ്ടാവും, പക്ഷേ ഏതാനും സുഹൃത്തുക്കളെങ്കിലും നമുക്ക് വേണം. എന്തിന്? നമ്മളെ നന്മയിൽ പ്രേരിപ്പിക്കുന്ന, നമ്മളെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്ന, നമുക്ക് സൽക്കർമ്മങ്ങൾ പറഞ്ഞു തരുന്ന, നമ്മളെ തിരുത്തുന്ന, നമ്മളെ കൈപിടിക്കുന്ന, ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കും വിധമുള്ള ചിന്തകളിലേക്ക് മനസ്സ് തളർന്നു പോകുമ്പോൾ അവനോടൊന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ പറ്റുന്ന കൂട്ടുകാരെ നമുക്ക് വേണം. മതപരമായി ചിന്തിക്കുന്ന അങ്ങനത്തെ സൗഹൃദ വലയങ്ങളും കൂട്ടുകെട്ടുകളും യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് ഈ ഒരു വ്യക്തി യഥാർത്ഥ വിശ്വാസിയായി മരിക്കുന്നതിലെ ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ അൽ മുദാവമത്തു അലാ ഇബാദത്തില്ല. ചില സീസണിൽ മൂപ്പരണ്ട് സജീവാവും, ഒരു ക്ലാസ് ഒക്കെ കേട്ടാൽ 2 സീസൺ ലൈവാവും, പിന്നെ വൈക്ക് കാണൂല. മുദാവമത്ത് ഉണ്ടാകണം, തുടർച്ച ഉണ്ടാകണം. നിനക്ക് യഖീനാകുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിക്കണം. ചില ഔലിയാക്കൾ എന്നുള്ള പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട ചില വ്യക്തികൾ നിസ്കരിക്കൂല. ഒരവിടെ എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഓലവിടെ ഇങ്ങനെ ഇരിക്കും. സംഭവം അത് കിളി പാറിയതാണ് സംഗതി. ഓല പിടിച്ചിട്ട് ഔലിയപ്പാപ്പയാണെന്ന് പറയുന്നതാണ് പ്രശ്നം. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയണല്ല. ഇസ്ലാമിലെ വിലായത്ത് എന്ന് പറയുന്ന സഹോദരന്മാരെ അതിന് പ്രത്യേക അടയാളവും ചിത്രമൊന്നുമില്ല. ഇസ്ലാമിലെ വലിയ ഒരു തെങ്ങ് കയറുന്ന ഒരു സാധു മനസ്സിനേക്കാരോ ചിലപ്പോ ഒരു രാവിലെ 4 മണിക്ക് എണീക്കുന്നുണ്ടാവും, എല്ലാ സുന്നത്തും കൊടുക്കുന്നുണ്ടാവും, ആ തെങ്ങുമ്പോ കയറുമ്പോ ബിസ്മി ചൊല്ലി കയറുന്നുണ്ടാവും, അതിമെന്ന് ഇറങ്ങുമ്പോ അൽഹംദുലില്ലാഹി ഇറങ്ങുന്നുണ്ടാവും. അള്ളാഹിന്റെ അടുത്ത് ആർക്ക സ്ഥാനം എന്നറിയോ? ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ സ്ഥാനം അത് നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കാണ്. ഒരു കുടുംബം കൊണ്ടും പാരമ്പര്യം കൊണ്ടും മാത്രമൊന്നും ആവൂല. പ്രവാചക കുടുംബത്തിലുള്ള ആളാണെങ്കിൽ പോലും പ്രവാചക കുടുംബത്തിലെ വ്യക്തി സൂക്ഷ്മത പാലിക്കുന്ന നിഷ്ഠയുള്ള വ്യക്തിയാകണം. പ്രവാചക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം സ്ഥാനവും മഹത്വവും കിട്ടില്ല. ഉൾക്കൊള്ളാൻ ചില ആളുകൾക്ക് ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഫാത്തിമ ബീവിനെ മാത്രം വിളിച്ച് പ്രവാചകൻ പറഞ്ഞത് എടുത്താൽ മതി. ഫാത്തിമ കിത്അതു കബ്ദി, മോളെ ഫാത്തിമ നീ എന്റെ കരളിന്റെ കഷ്ണാണ്. സലീനി മാ ശിഅതി മിൻ മാലി, ഉപ്പാന്റെ അടുത്തുള്ള സമ്പത്ത് എന്ന് വേണ്ടതൊക്കെ ഉപ്പാന്റെ കുട്ടി ചോദിച്ചോ, പക്ഷേ പരലോകത്ത് ഓഹരിപ്പാന്റെ കുട്ടി ചോദിക്കരുത്. അത്ര കൃത്യമാണ് വിഷയം. ഫാത്തിമ ബീവിക്കല്ലാത്ത എന്ത് ഓഫറാ പിന്നെ പ്രവാചക കുടുംബത്തിനുണ്ടാവുക? രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉണ്ടാകും, അതിനൊന്നും ഞാൻ നിരാകരിക്കണില്ല. പക്ഷേ ആത്മീയമായി പറയുമ്പോൾ വളരെ ക്ലിയർ ആണ് കാര്യം. അതെന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് എന്താ? വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ,
ഒമയഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് കിട്ടും, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും കിട്ടും. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യൻ അവന്റെ അധ്വാനേ ഉണ്ടാവുള്ളൂ. അല്ലാ തസ്റു വാസിറതൻ വിസ്റ ഉഖറ. ഒരാളും മറ്റൊരാളുടെ ഭാരം തിന്മകൾ ഏൽക്കുകയില്ല. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് കിട്ടും, അവർ ചെയ്തത് അവർക്ക് കിട്ടും. ഞങ്ങളെ വാപ്പാന്റെ വാപ്പി അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി നിരന്തരമായി തുടർച്ചയായി ഇബാദത്തുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ ഈ നിസ്കരിക്കാത്ത ആളുകൾ തെളിവ് പറയാതാണ്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. യഖീനാകുന്നത് വരെ അള്ളാഹുവിനെ ആരാധിച്ചാൽ മതി. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്താണ്ട് യഖീനായതാണ്. ഖുർആനെ നമുക്ക് നമ്മളെ അറബി ഭാഷാ ഡിക്ഷണറി വെച്ച് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇവിടുത്തെ യഖീനിന്റെ അർത്ഥം എന്താ? അൽ മൗത്ത് എന്നാണ്. മരിക്കണത് വരെ ഇബാദത്ത് എടുക്കണം എന്നാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ചയാണ് വഫാത്താകുന്നത്. ഞായറാഴ്ച ഇശാഇന് പ്രവാചകൻ എങ്ങനെ വന്ന്? പ്രവാചകൻ യഖീനാകാഞ്ഞിട്ട് ഇശാഇന് വന്ന് 2 സ്വഹാബികളുടെ തോളിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് കാല് നിലത്ത് വലിച്ചിട്ടാ വന്നത്. മഗ്രിബ് കഴിഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറെ നേരം അവർ നിസ്കരിക്കാൻ കാത്തുന്നു. അബോധാവസ്ഥയിലായി പ്രവാചകൻ ബോധാവസ്ഥയ്ക്ക് വന്നപ്പോ അബൂബക്കർ സിദ്ദീഖിനോട് നിസ്കരിക്കാൻ പറഞ്ഞു. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടറിയ സ്വരത്തിലെ ഖുർആൻ പാരായണം കേട്ടാണ് പ്രവാചകൻ ഉണരുന്നത്. അപ്പൊ എനിക്ക് പോണം എന്ന് പറഞ്ഞു. തോളിൽ ഇങ്ങനെ തൂങ്ങിട്ടാ പോയത്. എന്തേ, നബിക്ക് അന്ന് യഖീൻ എത്തിയിട്ടില്ലേ? ഉറപ്പ് എന്നാണ് യഖീന്റെ അർത്ഥമെങ്കിൽ വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. നിനക്ക് യഖീനാകുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിക്കാന്ന് പറഞ്ഞ മരണം വരെയും റബ്ബിനെ ആരാധിക്കാന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് മറ്റൊരു കാര്യം അതാണ്. അതുപോലെ തന്നെ നിരന്തരമായ തൗബയും പാപങ്ങളോടൊരു വിശ്വാസിക്കുണ്ടാകേണ്ട വളരെ ശക്തമായ സമീപനമാണ്. വിശ്വാസി പാപത്തെ കാണുന്നത് എങ്ങനെ അറിയോ? വിശ്വാസി പാപത്തെ കാണുന്നത് അവന്റെ തലന്റെ മേലെ ഒരു മല ഇങ്ങനെ മറിഞ്ഞു വീഴാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അങ്ങനെയാണ്. നമ്മളെ തലയിൽ കൂടെ എന്തോ ഒരു സാധനം ചാടാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സെന്തായിരിക്കും? അതേപോലെ ആയിരിക്കും പാപത്തെ കാണുക. അവിശ്വാസിയോ മൂക്കുമ്പോ വന്നിരിക്കണ ഈച്ചനെ പോലെ നബി പറഞ്ഞു. മൂച്ച അങ്ങനെ തട്ടുക കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈച്ചാന്ന് ഇങ്ങനെ ആലോചിക്കലുണ്ടോ? ഈച്ച പോയ കഴിഞ്ഞ്. അപ്പൊ പാപത്തോടുള്ള സമീപനം കൃത്യതപ്പെടുത്തുകയും ശരിയായ തൗബയിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൽ കൂടുതൽ പ്രാർത്ഥിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ ഇങ്ങനെ സ്ഥിരം ഒരു ദിക്ർ ചൊല്ലും. ഞാൻ നോക്കുമ്പോഴൊക്കെ നബിന്റെ ചുണ്ട് ഇങ്ങനെ ചലിക്കുന്നുണ്ടാവും. ഒരു ദിക്ർ ഇങ്ങനെ ചൊല്ലും. ഏതാണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കണ റബ്ബേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഇത് നിരന്തരം ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദിക്റാണ്. ഇത് നിരന്തരം ഉണ്ടാകാനുള്ള വഴി എന്താ? ശരിക്കും ഇപ്പൊ നമ്മള് ചില ഘട്ടങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഘട്ടങ്ങളൊക്കെ നമ്മൾ ജീവിതത്തെ ശരിക്കും നമുക്ക് അദ്കാറുകളിൽ നിറക്കാൻ പറ്റും. ഇപ്പൊ വണ്ടിയിൽ കയറിയിരുന്നാൽ ചെല്ലേണ്ട കുറച്ച് ദിക്റുണ്ട്. ആ ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴും ചൊല്ലാൻ പറ്റിയ ദിക്റുകൾ അതിന്റെ ശേഷം ഇങ്ങനെ ചൊല്ലുക. എപ്പോഴും ചൊല്ലാൻ പറ്റിയ കുറെ ദിക്റില്ലേ, അതിന്റെ ശേഷം വെറുതെ ഇങ്ങനെ ചൊല്ലുക. പള്ളിയിൽ കയറിയ സഫിൽ വന്നിരുന്നാല് നമുക്ക് ദിക്റുകൾ ചൊല്ലിക്കൂടെ? യാത്ര പോകുമ്പോൾ നമുക്ക് ദിക്റുകൾ ചൊല്ലിക്കൂടെ? ശരിക്കും ദിക്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ആയിരക്കണക്കിന് അദ്കാറുകളുണ്ട്. അത്രയും നമുക്ക് ശക്തി പകരുന്ന ദിക്റുകളുണ്ട്. ആ ദിക്റൊക്കെ ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഏട്ടിലേക്കും പരിപാടിയിലേക്കും മടങ്ങാന്നുള്ള പദ്ധതിയാണ് ശൈത്താൻ തരുക. അത് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് സഹോദരന്മാരെ, കൂടുതൽ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചും മുന്നോട്ട് പോകുക. അള്ളാഹു നമ്മെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനുകളായി ജീവിച്ച് മുഅ്മിനുകളായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വിശ്വാസത്തിന്റെ 100% ക്ലാരിറ്റിയും വിശുദ്ധിയും പാലിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ അഈസിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.